ഹലോ നമസ്കാരം. ഞാനിന്ന് എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. കുളത്തറയാണ് സ്ഥലം. അവിടെ ഗുളികന് കൊടുക്കുന്ന ചടങ്ങാണിന്ന്. ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ്. ചിലയിടത്ത് ഗുളികന് കൊടുക്കാന്ന് പറയും, കുരുതിക്ക് കൊടുക്കാന്ന് പറയും, കൊഴുതി എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ചിലർക്ക് ഇതുപോലുള്ള വീഡിയോകളൊന്നും താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ എനിക്കെന്തോ രസം തോന്നി, അതുകൊണ്ട് പോസ്റ്റ് ചെയ്താണേ. പിന്നെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ചടങ്ങാണ്ടത്. മാമൻ്റെ മക്കളും അവരെ മക്കളും മാമന്മാരും അമ്മായിമാരും അയൽവാസികളും അളിയന്മാരും ഒക്കെ ആയിട്ട് ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജോയ്മെൻറ്റ് മൂഡാണ്. വർഷത്തിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാറാട്ടോ. ഇതിൻ്റെ മെയിൻ ചടങ്ങെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു ഗുളികൻ്റെ ഒരു തറയുണ്ട്. അപ്പം അത് തുടർച്ചയായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. അതൊരിക്കലും മുടക്കാറുമില്ല. കുടുംബത്തിൻ്റെ ദോഷങ്ങൾ മാറാനും എന്തെങ്കിലും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടി ഗുളികനെ പ്രീതിപ്പെടുത്തുന്ന ഒരു കർമ്മം. ഇതൊക്കെ ഓരോ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ്. തറവാട്ടിലെ ഓരോ കുടുംബക്കാരും ഓരോ കോഴികളെ കൊണ്ടുവന്ന് ഗുളികന് കുരുതി അർപ്പിക്കുന്നതെല്ലാമാണ് ചടങ്ങ്. പക്ഷേ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ചടങ്ങുകൾക്ക് മാറ്റം വരുമല്ലോ. പണ്ട് ഒരുപാട് കോഴികളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1 2 ആയിട്ട് ചുരുങ്ങി. ഗുരുതി കർമ്മങ്ങൾക്ക് ശേഷം ഗുരുതി അർപ്പിച്ച കോഴീൻ്റെ തല നോക്കിയിട്ട് കുടുംബത്തിന് എന്തെങ്കിലും ദോഷങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കർമ്മി അത് പറയും. അങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ കേട്ടോ. ഇനിയാണ് അടുത്ത ഘട്ടം. പുറത്തൊരു അടുപ്പ് കൂട്ടിയിട്ട് കുറച്ച് വെള്ളം നല്ലവണ്ണം വെട്ടി തിളപ്പിക്കിട്ടും. എന്നിട്ട് ആ ഗുരുതി അർപ്പിച്ച കോഴീനെ അതിലിട്ട് മുക്കും. അതെന്തിനാ വെച്ചാൽ അതിൻ്റെ തൂവലും സ്കിന്നൊക്കെ പെട്ടെന്ന് ഊരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, പണ്ട് ഒരുപാട് കോഴികളുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളും മാമന്മാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് കോഴി നന്നാക്കാറൊക്കെയാണ് പതിവ്. പക്ഷേ ഇപ്പം 1 2 കോഴികളായതുകൊണ്ട് അവരെന്നെ നന്നാക്കും, പെട്ടെന്ന് കഴിയും ചെയ്യേ. പിന്നെ ഈ ഒരു സമയം ഗ്യാപ്പാണ് വെച്ചാൽ ഇത് പാകമായിട്ട് വരണമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാറും ഫോട്ടോ എടുക്കാറൊക്കെയാണ് പതിവ്. ഇനി പ്രസാദ വിതരണത്തിൻ്റെ സമയം കേട്ടോ. ഈ പാകം ചെയ്ത ചിക്കൻ എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കുകയാണ് ചെയ്യാം. ഈ ഒരു പ്രസാദം എന്ന് പറഞ്ഞാൽ വേറൊരു അന്യായ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് ഉണ്ടാക്കുന്ന രീതി നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന പോലെ ചിക്കൻ കറി പോലെ എല്ലായിട്ടും ഉണ്ടാക്കുക. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ കൂടെ കുറച്ച് കള്ളും തരും കേട്ടോ. വീട്ടുകാരെ മുന്നിൽ നിന്ന് കള്ളു കുടിക്കാൻ പറ്റിയ ഏക ഒരു ചാൻസാണ് കേട്ടോ. ഇത് ആരും ഒഴിവാക്കാറില്ല. ചില ടീംസ് 2 ഗ്ലാസ് വരെ കള്ളു കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു രസം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസാദം ഉണ്ടാക്കുന്നത് എൻ്റെ പൊന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മുളക് പൊടിയും അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പുഴുക്കൊക്കെ കൂട്ടി പത്തിരിയൊക്കെ തിന്നിട്ട് ഒരു എൻ്റെ പൊന്നെ ഒരു അസാധ്യ സംഭവം തന്നെ കേട്ടോ. പറയാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഒരുവിധം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടോ. ഇനി ഭക്ഷണത്തിനുള്ള സമയമാണ്. അങ്ങനെ ഒരുവിധം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറാണ്. അങ്ങനെ ഇലക്കെ വിളമ്പി കൊടുത്ത് അതൊരു രസമുള്ള കാഴ്ച കേട്ടോ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു യുദ്ധമാണ് അവിടെ നടക്കാറ്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ കറി അതിന് പുറമെ വേറെ ചിക്കൻ കറി ഉണ്ടാക്കുക ചെയ്യട്ടോ. മറ്റേത് പ്രസാദത്തിനായിട്ടേ ഉണ്ടാവുള്ളൂ. ആ പുഴുക്കിൻ്റെ കാര്യം ഇനി ഞാൻ പറയണ്ടല്ലോ, അതൊരു അസാധ്യം പുഴുക്കിൻ്റെ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിയാൻ ഒരുപാട് നല്ല ലേറ്റ് ആകാറുണ്ട്. ഇപ്രാവശ്യം അത് എത്തിച്ചില്ല, നല്ല ലേറ്റായി. 1 മണിയായി ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.